നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പിണവൂർ കുടിയിൽ വനിതാ പഞ്ചായത്ത് മെമ്പർക്ക് നേരെ അതിക്രമം. അനധികൃത മദ്യവിൽപ്പനയെക്കുറിച്ച് പോലീസിന് വിവരം നൽകി എന്നാരോപിച്ചായിരുന്നു മർദ്ദനം. പരാതിപ്പെട്ടിട്ടും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പോലീസ് മടിക്കുന്നതായി പഞ്ചായത്ത് അംഗം പറഞ്ഞു. മദ്യവിൽപ്പനയെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയെന്നാരോപിച്ച് വനിതാ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ളവർക്ക് മർദ്ദനം. പരിക്കേറ്റവരെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പിണവൂർ കുടിയിൽ പ്രവർത്തിക്കുന്ന ക്ലബിന്റെ വിഷു ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ വാർഡ് മെമ്പർ ബിന്ദു രാജേന്ദ്രനാണ് ആക്രമിക്കപ്പെട്ടത്. ഇവരെ ശാരീരികമായി ആക്രമിച്ച് വസ്ത്രങ്ങൾ വലിച്ചു കീറിയെന്നാണ് പരാതി. മെമ്പറുടെ മകൻ വിമൽ, അനിൽ, സതീശൻ എന്നിവർക്കും മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുള്ളതായി പരാതിയിലുണ്ട്. എന്നാൽ പോലീസ് ഇതിനെതിരെ ഒരു അന്വേഷണം നടത്തുവാനോ കുറ്റക്കാരായ പ്രതികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുവാനോ തയ്യാറായിട്ടില്ല എന്ന് പരിക്ക് പറ്റിയവരെ സന്ദർശിക്കാൻ എത്തിയ ഷിബു തെക്കുംപുറം പറഞ്ഞു. ഈ നിഷേധാത്മക നിലപാട് പോലീസ് തുടർന്നാൽ UDF ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പിണവൂർ കുടിയിലെ വാർഡ് മെമ്പർ ബിന്ദു രാജേന്ദ്രനെയും അവരുടെ മകൻ വിമല്, അതോടൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന അനിൽ, 3-4 പേരെ ഇന്നലെ അതിദാരുണമായി CPMൻ്റെ ആളുകൾ ആക്രമിക്കുകയുണ്ടായി. കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ആക്രമണം അഴിച്ചുവിട്ടത്. തല്ലാനും അതോടൊപ്പം തന്നെ ചവിട്ടാനും സാരി വരെ ഊരിക്കളയുന്ന നിലയിലേക്ക് ഈ ആക്രമണം പോവുകയുണ്ടായി. ഇന്നലെ വിഷു ആയതുകൊണ്ട് ഒരു ആഘോഷ പരിപാടി പിണവൂർ കുടിയിൽ സംഘടിപ്പിച്ചിരുന്നു. ഈ ആഘോഷ പരിപാടിയുടെ മറവിലാണ് CPM ആക്രമണം അഴിച്ചുവിട്ടിട്ടുള്ളത്. അവിടെ കുറേ കാലമായി അനധികൃതമായി മദ്യവിൽപ്പനയും അതോടൊപ്പം തന്നെ മയക്കുമരുന്നിൻ്റെ വ്യാപനവും വളരെ കൂടി വരികയായിരുന്നു. പ്രത്യേകിച്ച് പിണവൂർ കുടിയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക്, ആദിവാസി മക്കൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇതിനെതിരെ പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ബിന്ദു ശക്തമായ നിലപാട് എടുത്തിരുന്നു. ഈ കാര്യത്തിൽ കുടുംബങ്ങളെ രക്ഷിക്കാൻ വേണ്ടി, ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് പഞ്ചായത്ത് മെമ്പർ ബിന്ദുവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയത്. ഇതാണ് CPM ഗുണ്ടകൾക്ക് ഈ ആക്രമണത്തിന് കാരണമാക്കിയത്. കഴിഞ്ഞ നാളുകളിൽ എല്ലാം വലിയ ജനകീയ പ്രവർത്തനമാണ് ബിന്ദുവിൻ്റെ നേതൃത്വത്തിൽ ആ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിട്ടുള്ളത്. 12 വർഷക്കാലത്തിന് ശേഷമാണ് UDFൻ്റെ ഒരു പഞ്ചായത്ത് മെമ്പർ അവിടെ വിജയിച്ചു വരുന്നത്. ഇതെല്ലാം കാരണമായിട്ടുണ്ട്. ഈ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. കൊലപാതകത്തിന് ഉള്ള ശ്രമമാണ് അവിടെ നടന്നിട്ടുള്ളത്. വലിയ അതിദാരുണമായ ആക്രമണമാണ് പിണവൂർ കുടിയിൽ ഇന്നലെ നടന്നത്. തീർച്ചയായും പ്രതികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് ശക്തമായി ആവശ്യപ്പെടാനുള്ളത്. അല്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കും. പിണവൂർ കുടിയിൽ കള്ളും കഞ്ചാവും സുലഭമായി ലഭിക്കുന്നുണ്ടെന്നും ഇത് നിയമപാലകരുടെ ഒത്താശയോടെയാണെന്നും പഞ്ചായത്ത് മെമ്പർ ബിന്ദു രാജേന്ദ്രൻ പറയുന്നു. കുറ്റക്കാരായ പ്രതികൾക്കെതിരെ പോലീസ് നിയമ നടപടി സ്വീകരിക്കാത്തതിന്റെ കാരണവും ഇതുതന്നെയാണ് എന്നാണ് മെമ്പറുടെ ആക്ഷേപം. പിണവൂർ കുടി കബനി ക്ലബിന്റെ വിഷു ആഘോഷ പരിപാടിയിൽ വാർഡ് മെമ്പർ എന്ന നിലയിൽ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 4 മണിയായപ്പം പ്രോഗ്രാമിൻ സ്ഥലത്തേക്ക് ചെന്നു. അപ്പോൾ അവർ 4 മണി എന്നുള്ളത് 6:30 മണി വരെ ഇവർ പരിപാടികളൊന്നും നടത്താതെ മാറ്റിവെച്ചു. എന്നിട്ട് 6:30 ആയപ്പം വടംവലി മത്സരമൊക്കെ നടത്തി. അതിനുശേഷം ഒരു 7 മണിയൊക്കെ ആയപ്പം സ്റ്റേജിൽ കയറി ഉദ്ഘാടന ചടങ്ങുകളൊക്കെ ആരംഭിച്ചു. 10 മണിയായപ്പോൾ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഞാനും മോനും അനിയനും അനിയൻ്റെ ഭാര്യയും എൻ്റെ കൂടെ എപ്പോഴും വർക്കിന് വന്നിട്ടിരുന്ന അനിലും കൂടി ഞങ്ങൾ ഇറങ്ങി വന്നു. അപ്പോൾ കുറിച്ചിയിൽ മധു എന്ന് പറയുന്ന ആൾ എന്നെ തടഞ്ഞു നിർത്തിയിട്ട് മെമ്പറാണോ എന്നെ എക്സൈസിനും പോലീസിനും പരാതി കൊടുത്തത്, മദ്യം ഇവിടെ വിൽക്കുന്നുണ്ടെന്ന് ഹരീഷ് എന്ന് പറയുന്ന ആൾക്ക് പരാതിയാക്കി കൊടുത്തത് മെമ്പറാണ്. ഞാൻ പറഞ്ഞു ഞാനല്ല, പിണൂർകുടിയിലെ മുക്ക്, ആനന്ദംകുടി, വെളിയത്തുപറമ്പ് എന്നീ 3 ഭാഗത്തുള്ള ചേച്ചിമാർ പരാതി കൊടുത്തിട്ടുണ്ട്. അവരാണ് പരാതി കൊടുത്തത്, അല്ലാണ്ടും ഞാൻ പരാതി കൊടുത്തിട്ടാണ്. അപ്പോൾ എൻ്റെ മോൻ വിമൽ വന്നപ്പം എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം മധു എൻ്റെ മോനെ തള്ളി വിട്ടപ്പോൾ മോൻ റോഡിലേക്ക് പോയി മറിഞ്ഞു വീണു.
അപ്പോൾ അത് കഴിഞ്ഞപ്പം മധു എൻ്റെ മോൻ്റെ മേത്ത് കയറിയിരുന്ന് മോനെ ഇടിക്കുക. ഞാൻ കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് പിടിക്കാൻ ചെന്നപ്പം എൻ്റെ അനിയനും ബാക്കി എല്ലാവരും ഓടി വന്നു. അപ്പോൾ കബനി ക്ലബിൻ്റെ മറ്റ് പ്രവർത്തകരെല്ലാവരും കൂടി ഓടി വന്ന് ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 5 പേരെയും ഉപദ്രവിച്ചു. മധുവുണ്ട്, പ്രതാപനുണ്ട്, രാജേഷ്, ബിനീഷ്, ആഞ്ഞിലിമൂട്ടിൽ മധു, പിന്നെ ക്ലബിൻ്റെ ഒരു 3/4 പ്രവർത്തകരും ഈ കൂടെ ഉണ്ടായിരുന്നു. പിണൂർകുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വ്യാജമദ്യവും കഞ്ചാവും മയക്കുമരുന്നും ഇത് ദിവസവും അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ഡിപ്പാർട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാലും അവരിൽ ഇവന്മാർ ഭീഷണിപ്പെടുത്തി വിടുകയാണ്. അതിനാൽ ആർക്കും അങ്ങ് വരാൻ പോലും പോലീസുകാർക്കോ എക്സൈസുകാർക്കോ പോലും അങ്ങ് വരാൻ പറ്റില്ലാത്ത രാജേഷ് എന്ന് പറഞ്ഞാൽ എക്സൈസിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഇവരൊക്കെയാണ് ഇതിനകത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാർ. മീഡിയ 60 കോതമംഗലം.